വരൂ, ഈ തെരുവിലെ രക്തം കാണൂ എന്ന് പണ്ട് നെരൂദയാണ് എഴുതിയത്. ഈ തെരുവിൽ ചോര ഒഴുകാൻ പോകും, സൂക്ഷിക്കണം. നമ്മൾ ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ ഇങ്ങനെയാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാകും. 1946 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പാലസ്തീൻകാരുടെ സ്ഥലത്ത് ജൂതന്മാർക്ക് ഒരു വിശുദ്ധ ഭവനം ഉണ്ടാക്കാൻ അന്നത്തെ കോളനി രാജ്യങ്ങളുടെ തലതൊട്ടപ്പനായിരുന്ന ബ്രിട്ടന്റെ സഖ്യകക്ഷികളും ചെയ്തു വെച്ച ഒരു വിഭജന പ്രക്രിയയാണ് ഇന്ന് ഗാസയിൽ അനേകം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത്. ഞാനൊരു മാസം മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുത്തത് 18,000 കുട്ടികളുടെ പേര് വിളിച്ചു പറയുന്ന ഒരു പരിപാടിയായിരുന്നു. അത് ഗസയിലെ കുട്ടികളാണ്. 18,000 കുട്ടികളല്ല അവിടെ മരിച്ചിട്ടുള്ളത്, അതിനേക്കാൾ എത്രയോ കുട്ടികൾ മരിച്ചുപോയി. ഗസയിൽ മരിച്ചു, ഇസ്രായേലിലും മരിച്ചു കാണും, ഉക്രൈനിൽ മരിച്ചു, റഷ്യയിൽ മരിച്ചു. ഈ കുഞ്ഞുങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരാരും വർഗീയവാദികളല്ല, അവരാരും ഫാഷിസ്റ്റുകളല്ല. 46-ലും 47-ലും ഒക്കെ ദീർഘവീക്ഷണമില്ലാത്ത ആളുകൾ നാളെ വർഗീയത ഉണ്ടാക്കാൻ പാകത്തിൽ ഒരു മണ്ണിൽ ഒരുക്കി വെച്ച കെണിയുടെ ഫലമായി അതിലൊന്നും ഒരു പങ്കും വഹിക്കാത്ത അനേകം കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോരോ കെണി ഉണ്ടാക്കി വെക്കുന്ന ആളുകളൊക്കെ മരിച്ചു. പക്ഷേ പിന്നീട് വരുന്ന തലമുറ അവർ ചെയ്യാത്ത കുറ്റത്തിന് വർഗീയതയുടെ ഇരകളായി പിടഞ്ഞു മരിച്ചു പോകുന്ന കാഴ്ച കാണേണ്ടി വരുമല്ലോ എന്ന ദുഃഖമാണ്. ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഇതിപ്പോൾ കേവലമായ ഒരു മതപ്രശ്നമായിട്ടല്ല, ആരാധന പ്രശ്നമായിട്ടല്ല, പൂജാ പ്രശ്നമായിട്ടല്ല, മറ്റെന്തെങ്കിലും ആരാധനയുടെ ഭാഗമായിട്ടല്ല. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ മറച്ചു പിടിക്കപ്പെട്ട മതരാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഇത് ആയിരുന്നില്ല നമ്മുടെ നാട്.